ഹലോ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്നാണ്. ഇവിടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അവിടെ. ആ അല്ല, ഇവിടെ ഫ്ലാറ്റിൻ്റെ മൊത്തം വർക്കും ഏറ്റെടുത്ത് നിങ്ങളല്ലേ? അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ചീത്ത പറയണത്. ആ അതന്നെ ഞാൻ പറയണത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങളല്ലേ ശരിയാക്കേണ്ടത്. രവി സാറേ, സാറിനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല. എന്നുവെച്ചാൽ? അല്ല സാറേ, അവർ എഴുതിയിരിക്കുന്നത് 9 അക്കമുള്ളൂ, 10 അക്കം ഇല്ല. അപ്പോൾ സാറിൻ്റെ നമ്പർ പകരം എഴുതിക്കോട്ടെ. ഇതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കണ്ടേ? അല്ല സാറേ, ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. സാറേ, അത് പിന്നെ ആ രജിസ്റ്റർ ബുക്ക് എടുത്തൊന്ന് കാണിച്ചു. പറഞ്ഞു ഇതുകൊണ്ട് പറയുന്നല്ലേ സാറേ, എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം. ഞാൻ മുമ്പ് നിന്നൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, സൺഷൈൻ. അവിടെ മൊത്തം ഉടായിപ്പായിരുന്നു. വരുന്നവർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചങ്ങ് പോകും. നമുക്കറിയാതെ പിന്നെ ഇവിടത്തെ ഫ്ലാറ്റിലെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ. അയ്യോ, ഇതാ നോക്കി സാർ, ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് തന്നെ വന്നത്. അന്ന് നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓ, ഒരു നമ്പർ കുറവാണ്. ചിലപ്പോൾ ഗസ്റ്റിന് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും. എന്റെ നമ്പർ എഴുതിക്കോ. ശരി സാർ, ശരി. അവൻ ആളത്ര ക്ലിയർ അല്ലെന്നുള്ള വിവരം സാറിൻ്റെ അടുത്ത് പറയാം. അതിപ്പോൾ നമ്മളായിട്ടൊന്നും പറയണ്ട. എത്തിയോ? എന്തു പറ്റി? മുഖമൊക്കെ മേഘവൃതാണല്ലോ. മോളോട് താഴെ കളിക്കാൻ പോയി. അല്ല, ഇതെന്താ മുഖത്തിനൊരു വാട്ടം? ചായ. അതെ, 8 ടീയിലെ സുമ ഒരു കോഫി പൗഡർ തന്നു. 8 ഡിയാ? ആ, സുമ. അവളുടെ ഭർത്താവ് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു. ഇന്ന് കോഫി എടുക്കട്ടെ, ഒരു ചേഞ്ചിന്. സുഹൃത്തെ, എനിക്ക് ചേഞ്ച് വേണ്ട, മനസ്സിലായോ? ഇതുവരെ എങ്ങനായിരുന്നോ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നാ മതി. ഇത് എന്തോ ഇത്? ചായക്ക് ചായ അല്ല പിന്നെ. 8 ടീ ചായ എടുക്കുവാന്നേ. ഞാനിവിടെ ഫ്ലാറ്റില്. മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ. ഓ, ഈവനിങ് അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ. നിന്റെ കഴുത്തിലെന്തോ ഒരു പാട്? പാടോ? എന്തു പാട്? നഖമൊക്കെ കൊണ്ടുപോലത്തൊരു പാട്. അയ്യോ, അത് മാത്രമോ കണ്ടുള്ളോ? ദേ, ഇവിടെയും 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 ഒക്കെ പാടുണ്ട്. അതെ, അടുക്കളയിൽ ഒരു 5 ദിവസം പണിയെടുത്തു നോക്ക്, അപ്പം മനസ്സിലാവും. അടുക്കളയിൽ ജോലി ചെയ്താ കഴുത്തിനകത്ത് പാട് വരുമോ? ഷടാ, ഇതെന്തൊരു പാട്? ഇത് ഏത് പാടിന്റെ കാര്യമായി പറയുന്നേ? ഞാൻ നോക്കട്ടെ. നോക്ക്, അവിടെ അതിന്റെ സൈഡില്. ആ, ഇത് ആ അടുക്കളയിലെ തുണി ഇടുന്ന ആ ഫ്രെയിം കൊണ്ടാന്നേ. ക്ലാരിറ്റി ഇല്ല. ഇത് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞത്? അല്ല, ഈ സ്റ്റാൻഡ് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞതെന്ന്? എന്നാ പിന്നെ നമുക്കേ ഇത് അടച്ചിട്ട മുറിയിലോട്ട് മാറ്റാം. അടച്ചിട്ട മുറിയിലോ? അതിനകത്തെല്ലാം നിങ്ങളുടെ പഴഞ്ചമ്പാട്ട സാധനങ്ങൾ ഇരിക്കുമല്ലേ, അവിടെ സൂചി കുത്താനിടയില്ല.
പഴഞ്ചം പാട്ട സാധനങ്ങളാ. എടി, കേരളത്തിന്റെ കാലാവസ്ഥ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണത്. എക്യുപ്മെന്റ്സ്. ക്ഷമിക്കണം, പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കളത്തല്ലേ, ഒരുപാട് കളത്തല്ലേ. നിന്റെ ഇതിവിടെ ഇരുന്നാ മതി, മുറിഞ്ഞോട്ട്. ലഞ്ച് മൊത്തം കഴിക്കണം കേട്ടോ. ആ അമ്മ. ഹലോ, എന്താ കേട്ടാ? ആ അതെ, കുറച്ച് ലേറ്റ് ആയി പോയി. വണ്ടി വന്നില്ലല്ലോ അല്ലേ? ഏയ് വന്നിട്ടില്ല. ഉള്ളത് നനഞ്ഞെങ്കിലേ കണക്കായി പോയി, അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇച്ചിരി കൂടുതലാണ്. രവിയേട്ടാ, രവിയേട്ടാ ഇവിടെ ഇല്ലേ? ഹലോ, രവിയേട്ടൻ ഇതെവിടാ? ഞാനിവിടെ താഴെ ഓഫീസിലാ. ആ മെയിൻ്റെനൻസ് അടയ്ക്കാൻ വന്ന. ആ ശരി. മോനെ, എനിക്ക് കഴിഞ്ഞ 2 ദിവസത്തെ CCTV ഒന്ന് ചെക്ക് ചെയ്യണം. എന്ത് പറ്റി സാർ? എൻ്റെ കാറിനൊരു സ്ക്രാച്ച്. അത് ഇവിടുന്നാണോ വന്നതെന്ന് അറിയണം. അത് ശരി, നോക്കാം സാർ. ആ ഓക്കെ, ഞാൻ നോക്കോളാം. ശരി സാർ. ഓക്കെ. ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റായ ഭർത്താവ് ഞാനെന്ന്. പിന്നീടാണ് മനസ്സിലായത് എന്നെക്കാളും പെർഫെക്റ്റായ ഒരുത്തൻ എൻ്റെ വീട്ടിൽ വരാനുണ്ടായിരുന്നുവെന്ന്. ഒരു ചെറിയ പാളിച്ച മതി, എല്ലാം തകടം പറയാം. ഹലോ. ഹലോ സാർ, ഇവിടെ ന്യൂസ് തുടങ്ങാറായി. വെതർ റിപ്പോർട്ടിന്റെ കാര്യം എന്തായി? ഇന്നലത്തെ റിപ്പോർട്ടില്ലേ, അതും കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ലക്ഷദ്വീപിൽ ഇടിയോടുകൂടി മഴ, ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി, ബീഹാറിൽ ന്യൂനമർദ്ദം, പിന്നെ വിമാനത്താവളത്തിൽ 1.5 സെന്റിമീറ്റർ വെള്ളപ്പൊക്കം. DD വിളിച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് വരുമെന്ന് പറ. ശരി സാർ. രവി, എന്താ പുറത്തിരിക്കാം. എഴി വാ. ഇവിടെ ഞാൻ വരാം.